മനസ്സിൻ്റെ വേദനകളും ആകുലതകളും സങ്കടങ്ങളും ഒക്കെ ഒന്ന് ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ഒന്ന് പാടി ഈശോയുടെ ആ സൗഖ്യപ്പെടുത്തുന്ന വലതുകരത്തിൻ്റെ സ്പർശനം നമുക്ക് ലഭിക്കണം എന്നുള്ളൊരു തീക്ഷ്ണമായ ആഗ്രഹം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒന്ന് ഈശോയെ കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് പാടി പ്രാർത്ഥിച്ച് അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമേറ്റി പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദിവസത്തിന് മറ്റുള്ള ദിവസങ്ങളെക്കാൾ ശക്തി കൂടുതലുണ്ട് എന്ന് വിശ്വസിക്കാവുന്നവര് ഒന്ന് കരമുയർത്താമോ? ഓക്കെ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എന്താ കാരണം? നമ്മൾ ഉപവാസത്തിലാണ് അല്ലേ? ഉപവാസത്തിലാണ് നമ്മൾ ഉപവാസത്തിലാണ്. കത്തോലിക്ക സഭ മുഴുവനും ആരോഗ്യമുള്ള എല്ലാവരും ചേർന്ന് നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് വിഭൂതി തിരുനാൾ, കരിക്കുരി തിരുനാൾ. അതിൻ്റെ എല്ലാ പുണ്യയോഗ്യതകളും ഈ ആരാധന സമയത്ത് നമുക്ക് കിട്ടണം എന്നുള്ള കൊതിയോടെ ആഗ്രഹത്തോടുകൂടെ ഈശോയുടെ സന്നിധിയിൽ നമുക്കിന്ന് ആയിരിക്കാം. ഒരു സാക്ഷ്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജോസ്. ഞാൻ എൻ്റെ അനുജന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ അനുജന് 34 വയസ്സായിട്ടും വിവാഹമൊന്നും ശരിയായിരുന്നില്ല. ഞാൻ തിങ്കളാഴ്ച ആരാധന ഈ നിയോഗത്തിന് വേണ്ടി നടത്താൻ തീരുമാനിച്ച് 5-ാമത്തെ ദിവസം പെണ്ണ് കാണാൻ പോവുകയും ജനുവരി 13-ാം തീയതിയാണ് അവന് വേണ്ടിയുള്ള ആരാധന നടന്നത്. അതിനു മുമ്പ് തന്നെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. മെയ് 5-ാം തീയതിയാണ് അവൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. ഞങ്ങൾ അനുനിമിഷം പരിപാലിക്കുന്ന ദിവ്യകാരുണ്യത്തിന് എന്നേരവും സ്തുതിയും ആരാധനയും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജോസ് ആന്റണി പുളിക്കത്തറ, കുറിഞ്ഞിപ്പാടത്ത് നിന്ന്. നമുക്കൊന്ന് കരമണി എടുത്ത് ഈശോയ്ക്കൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ വന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ കൂടിയാണ് വിളിച്ചു പറയുന്നത്. ഇങ്ങനെ എഴുതി തരികയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ വായിക്കാനൊക്കെ പറ്റും. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ എഴുതി തരാണെങ്കിൽ ഇവിടെ വായിക്കാനായിട്ട് സാധിക്കും. ഫോണിൽ കൂടെ ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണെങ്കിൽ അച്ഛനത് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇട്ട് തരാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തന്നിരിക്കുന്ന വചനഭാഗം മത്തായി സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 ഉൾപ്പെടെയുള്ള വചനങ്ങളാണ്. അതിൽ നമ്മളിന്ന് സുവിശേഷം അച്ഛൻ ഇപ്പോൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 17 മുതൽ 20 ഉൾപ്പെടെയുള്ള വചനങ്ങളാണ്. ഒന്നുകൂടി ഒന്ന് വായിച്ചു തരാം. നിങ്ങളത് ഏറ്റു പറയണം കേട്ടോ. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 20-ാമത്തെ വചനം ഒന്നുകൂടി
ഒന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് കുറച്ച് സമയം നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ അടുത്തിൽ നിന്ന് ഈ 20-ാമത്തെ വചനമാണ്. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നത്തെ പ്രഭാത ആരാധനയിൽ അച്ഛൻ പങ്കുവച്ചിരിക്കുന്ന ഒരു വചനവും ഇത് തന്നെയാണ്. അപ്പം നിങ്ങളിന്ന് അത് കേട്ടിട്ടുണ്ടാവും, ധ്യാനിച്ചിട്ടുണ്ടാവും, പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് അച്ഛൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നന്നായിട്ട് ധ്യാനിക്കാൻ പറ്റും എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് പ്രഭാത ആരാധനയിൽ പങ്കുചേർന്നിട്ട് വന്നുള്ളവർക്ക് ഒന്ന് കൈവെക്കാമോ? കുറേ പേര് പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിയോഗം വെച്ച് വേണം പങ്കെടുക്കാനായിട്ട്. എഴുന്നേൽക്കുമ്പോൾ തന്നെ മൊബൈൽ ഓണാക്കി ദിവികാരൻ ഈശോയെ നോക്കണം. ആ നോക്കുമ്പോൾ തന്നെ ഒരു നിയോഗം വെച്ച് വേണം പ്രാർത്ഥിക്കാനായിട്ട്, അതിൽ പങ്കുചേരാനായിട്ട്. ആ നിയോഗം ഈശോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിച്ചു തരും. ആത്മാർത്ഥമായിട്ട് പോസിറ്റീവ് നിയോഗമാണെങ്കിൽ അതിൻ്റെ ഒരുപാട് സാക്ഷ്യങ്ങൾ, ഓരോ ദിവസം 2-3 സാക്ഷ്യങ്ങൾ വീതം അച്ഛനിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും ഈശോ ഈ കാലഘട്ടത്തിൽ നൽകുന്നു എന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോസ്തലന്മാർ നോക്കിക്കൊണ്ട് കർത്താവ് പറയാണ്, തൻ്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ നോക്കിക്കൊണ്ട് പറയാണ്, നിങ്ങൾ എൻ്റെ പുറകെ അത്ഭുതം കാണാനും ഞാൻ വർദ്ധിപ്പിക്കുന്ന അപ്പം ഭക്ഷിക്കാനും ഞാൻ വർദ്ധിപ്പിക്കുന്ന മീൻ തിന്നാനുമായിട്ട് നടന്നുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്ത് വേണം? നിങ്ങളുടെ നീതിബോധം നിയമജ്ഞരുടെയും ഫരീസയരുടെയും നീതിബോധത്തിൽ നിന്നും ഒരു പടി ഉയർന്നു നിന്നില്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഹല്ലേലൂയ. മനസ്സിലായോ നിങ്ങൾക്ക്? അവരിങ്ങനെ പുറകെ കൂടെ നടക്കുക, കുറേ പേര് പുറകെ കൂടെ ഉണ്ട്. ഈശോ പറയാണ്, അന്നത്തെ കാലത്ത് നിയമങ്ങളൊക്കെ പഠിച്ച് എല്ലാം പാലിക്കുന്ന ഒരുപാട് നന്മകൾ ചെയ്യുന്നവരെന്ന് അവകാശപ്പെടുന്ന വ്യക്തികളാണ് നിയമജ്ഞരും ഫരിസയർ. അവരുടെ നീതിബോധത്തെ അതിശയിക്കുന്ന വിധത്തിലുള്ള നീതിബോധം പാവപ്പെട്ടവരും മുക്കുവരുമായിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാകണം. എങ്കിലേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാവുകയുള്ളൂ, എങ്കിലേ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഈശോ പറയാം. ഈ നോമ്പ് കാലത്ത് ആദ്യ ദിവസം തന്നെ ധ്യാനിക്കാൻ പറ്റിയ വചനഭാഗമാണ്. കുറേ പേര് നോമ്പ് എടുക്കുന്നുണ്ടാവും അല്ലേ? ഒത്തിരിയേറെ പേര് നോമ്പ് എടുക്കുന്നുണ്ടാവും. ഇവിടെ ഇരിക്കുന്നവർ നോമ്പ് എടുക്കുന്നവർക്ക് കൈവെക്കാമോ? ഓക്കെ, മിക്കവാറും എല്ലാവരും തന്നെ നോമ്പ് എടുത്തിട്ടുണ്ട്. എന്തിനാ നോമ്പ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറയുമായിരിക്കും, നോമ്പെടുത്തത് എന്തിനാണെന്നുള്ളതൊക്കെ. അപ്പോൾ ചിലപ്പോൾ ചിലർ ഇറച്ചിക്ക് നോമ്പെടുത്തിട്ടുണ്ടാവും, ചിലർ മീനായിരിക്കും നോമ്പെടുത്തിട്ടുണ്ടാവുക, ചിലർ മുട്ടയ്ക്ക് നോമ്പെടുത്തിട്ടുണ്ടാവും, ചിലർ കളിക്ക് നോമ്പെടുക്കുന്നവരുണ്ട്, ചെരുപ്പിന് നോമ്പെടുത്തിട്ടുള്ളവരുണ്ട്, അരിഭക്ഷണം കഴിക്കില്ല എന്ന് നോമ്പെടുത്തിട്ടുള്ളവരുണ്ട്. അങ്ങനെ പലവിധത്തിലുള്ള നോമ്പുകൾ, ചായ കാപ്പി ഒന്നും കുടിക്കില്ല എന്ന് നോമ്പെടുത്തിട്ടുള്ളവരുണ്ട്. അങ്ങനെ പലവിധത്തിലുള്ള നോമ്പുകൾ എടുത്തിട്ടുള്ളവരുണ്ട്. അച്ഛൻ ചോദിക്കട്ടെ, ഈ ഇറച്ചി മീൻ മുട്ട അങ്ങനത്തെ ഒന്നും കഴിക്കില്ല എന്ന് നോമ്പെടുത്തിട്ടുള്ളവർക്ക് കൈവെക്കാമോ? ഓക്കെ, ഒരു ഇതെല്ലാവരും. ഈ നോമ്പ് കാലത്ത് ഞാൻ പാദരക്ഷകൾ ഉപയോഗിക്കില്ല, ചെരുപ്പ് ഉപയോഗിക്കില്ല, അതാണ് എൻ്റെ നോമ്പ്. അങ്ങനെ നോമ്പെടുത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരാളുള്ളൂ. ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെയും നോമ്പുണ്ടോ, അങ്ങനെ നോമ്പ് എടുക്കാം എന്ന് മനസ്സിലങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരും കൂടി കൈവയ്ക്കുന്നു. ഇന്ന് തുടങ്ങി എടുത്താച്ചാൽ മതി, ഇപ്പം തുടങ്ങി എടുത്താച്ചാൽ മതി. ഒരാളുള്ളൂ, ആകെ ഒരാളുള്ളൂ ചെരുപ്പിന് നോമ്പെടുത്തിരിക്കുന്നവർ. അതൊരു അന്യായ നോമ്പാണ് കേട്ടോ. 2 പേരുണ്ട് അല്ലേ? നോമ്പെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൈവയ്ക്കുമോ? കാലമൊക്കെ നല്ല വേദന എടുക്കും. വേദന എടുക്കുന്നത് ആദ്യത്തെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ സെറ്റാവും. പക്ഷേ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ സൂചി കുത്തുന്ന വേദനയായിരിക്കും. പക്ഷേ ആരോഗ്യത്തിനോടും കൂടി നല്ലതാണ് കേട്ടോ. ഭൂമിയിൽ നിന്നുള്ള ആ കാന്തിക ശക്തിയൊക്കെ നമ്മുടെ കാലുമേക്കൊക്കെ കയറിക്കോളും. അപ്പോൾ ഈ ഒരു പ്രത്യേക നിയോഗം വെച്ചിട്ട് വേണം ഇങ്ങനത്തെ നോമ്പുകൾ എടുക്കാൻ. ഓരോ കല്ല് കാലുമൊക്കെ കൊള്ളുമ്പോഴും എൻ്റെ കർത്താവെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു, എൻ്റെ കർത്താവെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു പറഞ്ഞു. ഓൺലൈനിൽ എന്നെ കാണുന്നവർ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈശോയുടെ മുമ്പിൽ നിന്ന് നിങ്ങളും തീരുമാനിക്കണം. ചെരുപ്പ് ഉപേക്ഷിക്കാൻ പറ്റുന്നവർ ചെരുപ്പ് ഉപേക്ഷിച്ച് നോമ്പെടുക്കണം. ആർക്കെങ്കിലും ഇത് കഴിയുമ്പോൾ നോമ്പെടുക്കാൻ തോന്നണമെങ്കിൽ എടുത്തേക്കണം കേട്ടോ. ചായ കാപ്പി അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കുകയാണ്, വെള്ളം മാത്രം കുടിക്കുമോ? അങ്ങനെ നോമ്പെടുത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്, 2 പേരുണ്ട്, 2 പേരാണുള്ളത്. ഇനി കൂടുതൽ പേർക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ചായ, കാപ്പി, പാല്, പാല് ചിലപ്പോൾ കുറേ പേര് നോമ്പെടുത്തിട്ടുണ്ടാവും. ചായ അങ്ങനെ പാലിന് നോമ്പെടുത്തിട്ട് നമ്മൾ പറയാണ്
നമ്മളിനി കട്ടൻ ചായ കുടിക്കത്തുള്ളൂ. ഈ അതല്ലാത്തൊരു ഉണർവ്, വചനം വായിച്ചൊരു ഉണർവ് നമുക്കുണ്ടാകട്ടെ. ചായയും കാപ്പിയൊക്കെ നോമ്പെടുക്കാനായിട്ട് പറ്റണം. ഇങ്ങനെയൊക്കെ നോമ്പെടുത്താൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുക വെച്ചാന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ജീവിക്കും. ദിവികാരൻ്റെ മാത്രം ഭക്ഷിച്ച് ജീവിച്ചവരുടെ ചരിത്രമില്ലേ? അപ്പോൾ നമുക്ക് ചായയും കാപ്പിയൊക്കെ ഉപേക്ഷിച്ചാലും 50 ദിവസം ജീവിക്കുന്നതിന് ഒന്നും സംഭവിക്കില്ല. ക്ഷീണമൊക്കെ 2 ദിവസം ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ അത് മാറും. അപ്പോൾ നമ്മൾ ഈ മറ്റുള്ളവർ ചായ കുടിക്കുന്നത് കാണുമ്പോൾ എൻ്റെ കർത്താവെ ചായ കുടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ആഗ്രഹത്തെ എൻ്റെ ഈ നിയോഗം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ അയൽപ്പക്കത്തെ എൻ്റെ വീട്ടുകാരുടെ ആ നിയോഗം ഒന്ന് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി കാഴ്ചവെക്കുന്നു. അങ്ങനെ പറയാനായിട്ട് പറ്റിയാൽ നമുക്ക് കൂടുതൽ മഹത്വം ഉണ്ടാകും, നമ്മുടെ നോമ്പിന് കൂടുതൽ അർത്ഥമുണ്ടാകും. ചോറിന് നോമ്പെടുത്തുള്ള ആരെങ്കിലും ഉണ്ട്? അരി ഭക്ഷണത്തിന് നോമ്പ് ഒരാളുള്ളൂ, 2 പേര് അല്ലേ? അതൊരു വലിയ നോമ്പാണ് കേട്ടോ, വലിയ നോമ്പാണ്. ചോറിന് നോമ്പെടുക്കുക ആരെങ്കിലും ഉണ്ടോ? മത്സരിച്ച് നോമ്പെടുത്തണ്ട, മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ഇല്ല, പൊറോട്ടയ്ക്ക് മാത്രം എടുത്തു. മൊത്തത്തിൽ ഉപവസിക്കാമെന്ന് കരുതിയേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടോ? ഈ 50 ദിവസം നമുക്ക് ഒരു നേരം മാത്രം എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് ബാക്കി സമയത്തൊക്കെ വെള്ളം മാത്രം കുടിച്ച് ഉപവാസത്തോടു കൂടി ജീവിക്കണം, അങ്ങനെ തീരുമാനിച്ചുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ തീരുമാനിച്ചുള്ള അപ്പോൾ 2 പേരാണ് ഇവിടെ ഉള്ളത്. ഞാനും ഏകദേശം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഈ പറഞ്ഞ നോമ്പുകളൊക്കെ ഞാൻ എടുക്കുന്ന നോമ്പുകളാണ് നിങ്ങളോട് ചോദിച്ചത് കേട്ടോ. ഞാൻ എടുക്കാത്ത നോമ്പ് നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്ത് നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്നതിൽ വിട്ടിട്ട്